ഹായ്, നമസ്കാരം. അപ്പോൾ ഞങ്ങളിന്നൊരു ചെറിയ യാത്ര പോകാൻ വേണ്ടി പോവുകയാണ്. യാത്ര പിന്നെ കർണാടകയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് വീരാജ്പേട്ട. വീരാജ്പേട്ടയിലേക്ക് നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പോകുന്നു. അപ്പോൾ ഇന്ന് രാത്രി നമ്മളവിടെ തങ്ങും. അപ്പോൾ ഞാനും ഭാര്യയും പിന്നെ ഭാര്യയുടെ ചേച്ചിയും അവരുടെ മക്കളും അങ്ങനെ ഞങ്ങളൊരു 5-6 പേരുണ്ട്. ഇന്ന് ഇവിടെ പോയിട്ട് വീരാജ്പേട്ട തങ്ങുകയും അവിടുന്ന് പിന്നെ നാളെ രാവിലെ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അത് നാളെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വീഡിയോ എന്തായാലും ഇതിൻ്റെ ഭാഗമായി തന്നെ ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. ഓക്കെ. അങ്ങനെ ഞങ്ങൾ പാണത്തൂരെത്തി. ഇതാണ് ഞങ്ങളെ വണ്ടി, പോകുന്ന വണ്ടി. അങ്ങനെ പാണത്തൂർ ഇറങ്ങിയിട്ട് നമ്മളൊരു ചെക്കനെ ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന വണ്ടി ഇതാണ്. ഇത് പിന്നെ പാണത്തൂരിന് ഭാഗമണ്ഡലത്തിനിടക്ക് പിന്നെ ഫോറസ്റ്റിനകത്തുള്ള ഒരു വെള്ളച്ചാട്ടമാണ്. അടിപൊളി വെള്ളച്ചാട്ടമാണ്. ഇതാ നല്ല അടിപൊളി വെള്ളച്ചാട്ടം. ദൂസാഗർ പോലെ അല്ലെങ്കിൽ ജോഗ് ഫാൾസിന് അതുപോലെ തന്നെയുള്ളൊരു വലിയൊരു വെള്ളച്ചാട്ടമാണ്. നമ്മൾ പാണത്തൂരിലേക്ക് ഭാഗമണ്ഡലത്തേക്ക് പോകുമ്പോൾ ഈ ഭാഗമണ്ഡലത്തിനും പാണത്തൂരിനും ഇടയിലാണ് ഈ വെള്ളച്ചാട്ടം. നമ്മളെ വണ്ടിക്കാരെല്ലാം നമ്മൾ വന്ന വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി വെള്ളച്ചാട്ടം, സൂപ്പർ വെള്ളച്ചാട്ടം. ഇതാ നമ്മളെ കൂടെ വന്ന ആൾക്കാരെല്ലാം, കൂടെ വന്ന ടീം. ഇതാ നമ്മളെ വെച്ച് മൈസൂർ വരെ പോകുന്ന നമ്മളെ ഫാമിലി. ഇതാ ഒരാളെ കാണുന്നില്ല. കുട്ടികളില്ലേ? വരുന്നില്ലേ? അതെയാ. ഇതിലൊക്കെ കുളിക്കണം. പുറകിൽ ബാഗിൽ അതിൻ്റെ ഓരോ കുട്ടി ഉണ്ട്. തണുപ്പത്തിരുന്ന് ഇനി അങ്ങോട്ട് തണുപ്പ് തന്നെ ഇരിക്കും. ഇത് നിന്ന മനസ്സും വരും. ഇവിടെ നിന്നോ. ഇതുണ്ട്, ഇത് ഫോട്ടോസ്, ഇത് വീഡിയോസ് തന്നെ. അതിമനോഹരമായ വെള്ളച്ചാട്ടം. ഭാഗമണ്ഡല ടൗണിനടുത്തുള്ള അതിമനോഹരമായൊരു വെള്ളച്ചാട്ടമാണ്. അങ്ങനെ ഒരു 2-3 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ വീരാജ്പേട്ട ടൗണിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു ബന്ധുവുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണെന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. വീരാജ്പേട്ട അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ്. ഇപ്പോൾ നമ്മളിവിടെ രാത്രി ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ അങ്ങനെ പകർത്താൻ പറ്റില്ല. പകലാണെങ്കിൽ നമുക്ക് ഒരുപാട് ദൃശ്യങ്ങൾ എടുക്കുമായിരുന്നു. വീരാജ്പേട്ട ടൗൺ, വീരാജ്പേട്ട. അപ്പം ഞങ്ങൾ പിന്നെ വീരാജ്പേട്ടയിൽ പിന്നെ ഞങ്ങളിന്ന് സ്റ്റേ ചെയ്യുന്ന വീട്ടിലേക്ക്, നമ്മളെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. രാമകൃഷ്ണൻ എന്നാണ് അവരുടെ പേര്. അപ്പോൾ അവരെ വീട്ടിലെത്തി. ഞങ്ങൾ എല്ലാവരും ഇവിടെ എത്തി, എല്ലാവരും ഇരുന്നിട്ടുണ്ട്. പിന്നെ ചായ തന്നു. കയറിയതേ ഉള്ളൂ. ഇത് നമ്മളെ യാത്രയെ നയിക്കുന്ന ആളാണ് നമ്മുടെ ലീഡർ കുമാരൻ. അങ്ങനെ ചായ കുടിയാണ്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം പിന്നെ ഇന്ന് താമസിക്കുന്ന നമ്മളെ ഏട്ടൻ്റെ വീട്ടിൽ പിന്നെ അവരൊരു ഭയങ്കര ട്രീറ്റ് ആയിരുന്നു. അതായത് പിന്നെ ഒരു
ഒരു വിരുന്ന്, ഭയങ്കര വിരുന്ന്. അതായത് പിന്നെ നമ്മളെ കർണാടകയില് പന്നിയും കോഴിയും പിന്നെ ഇത് എന്താ പറയുന്നത് ഇതിന്റെ പേര്? കടുബു. മലയാളത്തില് കന്നഡയില് പിന്നെ കടുബു എന്ന് പറയും. മലയാളത്തിൽ നമ്മൾ ചെറിയ കൊഴുക്കട്ട എന്ന് പറയും അല്ലെ? കൊഴുക്കട്ട അതല്ലേ മീൻസ് അതിന്റെ. പിന്നെ ചോറും നമ്മളെ വെള്ളരി ചോറാണ് നമ്മളെ ചുവന്ന ചോറിൽ കഴിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇത് വെള്ളരി ചോറാണ്. പിന്നെ നല്ല അടിപൊളി നല്ലൊരു അടിപൊളി ഭക്ഷണമാണ്. ഇതാ നല്ലതാ കൊഴുക്കട്ട. ഇതാ ഈ ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ. രാമേഷേട്ടൻ നമ്മുടെ കുടുംബ സുഹൃത്താണ്. പിന്നെ ചേച്ചി ബാങ്കിൽ അല്ലേ? ബാങ്കിൽ ജോലി ചെയ്യുന്നല്ലേ? ഏത് ബാങ്കിലെ ചേച്ചി? കോപ്പറേറ്റീവ് ബാങ്ക്. എവിടെ? ഓ ചേന്താണ്. കാരണം ഏത് ജില്ല അത്? കൊടക് ജില്ല. അതെ. എവിടുന്ന്? ഈ വിരാജ്പേട്ടയിൽ നിന്ന് ചേന്തന. ഓക്കെ. അപ്പൊ ഇന്ന് ലീവാണോ? നാളെ ലീവാ? നാളെ ലീവ്. ഈദുൽ ഫിത്തറിന്റെ അല്ലേ? അപ്പൊ ചേച്ചി ഉണ്ടാവും. അപ്പൊ നമുക്ക് നല്ല അടിപൊളി ഭക്ഷണം എന്തായാലും ഞങ്ങൾ വന്നതിന് ശേഷം അടിപൊളി ഭക്ഷണം ആക്കി തന്നെ ചേച്ചി. നല്ല എങ്ങനെയുണ്ട് ഭക്ഷണം അല്ലേ? ഓക്കെ എന്നാല്. ഓക്കെ ഇതാ പന്നി ഫ്രൈ. ഇതാ സൂപ്പർ അല്ലേ? ഓക്കെ എന്നാല്. ഗുഡ് മോർണിംഗ്, നമസ്കാരം. ഇത് വിരാജ്പേട്ടയിലെ ഒരു രാവിലത്തെ ദൃശ്യമാണ്. കാലാവസ്ഥ ഭയങ്കര തണുപ്പാണ്. തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ തണുപ്പ് ഇവിടെ. ഞങ്ങൾ താമസിച്ച ഏട്ടൻ്റെ ഒരു ക്വാർട്ടേഴ്സാണ്. അപ്പോൾ ഈ ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഞങ്ങളിന്ന് രാവിലെ ഒരു 7-8 മണിയോടുകൂടി ഞങ്ങൾ മെല്ലെ മൈസൂർ ഭാഗത്തേക്ക് ഞങ്ങൾ നീങ്ങുന്നു. ഭയങ്കര തണുപ്പാണ്. തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിരാജ്പേട്ട എന്ന് പറയുന്ന അടിപൊളി സ്ഥലം. ഇത് ടൗണല്ല. ടൗണിൽ നിന്ന് ഏകദേശം ഒരു 5 മിനിറ്റ് നടന്നാൽ നമ്മൾ താമസിക്കുന്ന ഈ പ്രദേശത്തേക്ക് നമുക്കെത്താൻ പറ്റും. നമ്മളിതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ എന്തായാലും ഇതിൻ്റെ പുറകെ ചെയ്യുന്നതായിരിക്കും. ഇത് കണ്ടതാ, ഇത് പിന്നെ നല്ല അടിപൊളി ഒരു കാഴ്ചയാണിത്. ഒരു ഭയങ്കര ഇലയാണ്. പക്ഷെ ഇത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഞാനിത് അറിയുന്ന ഒരാളോട് ഞാൻ ഇത് ചോദിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഇത് ആമ്പൽ പോലെയുണ്ട്. ഇതാ കണ്ട, ഭയങ്കര അടിപൊളി. അതായത് മൂപ്പര് പറയും ഇതെന്ത് സംഗതി എന്നില്ലേ, എന്താണ് ഇതെന്ത് സാധനം? എന്നോട് ചോദിച്ചു. എനിക്കറിയാം. ഞങ്ങളിവിടെ വിരാജ്പേട്ടയിൽ വന്നിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ല ക്ലൈമറ്റുള്ള ഒരു കാണാനൊരു ഭംഗിയുള്ള ഏരിയ. അവിടെ നല്ല കണ്ടപ്പോൾ ഞങ്ങൾ രാവിലെ മോർണിംഗ് ഏകദേശം ഒരു 6 മണിക്കുള്ളിൽ ഞങ്ങൾ എടുത്താണ്. ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ഈ സാധനം ഇല്ലല്ലോ? എങ്ങനെ? ഇല്ല നാട്ടിലൊന്നുമില്ല. ഇതിനെന്ത് പേരിടല് ഇപ്പൊ നമ്മൾ തൽക്കാലത്തേക്ക്? എന്തോ ഒരു ചേമ്പിന്റെ ഒരു ചെറിയൊരു ഇല. ഒന്ന് പറിക്കാൻ പറ്റുമോ? ഒന്ന് അത് ഫുള്ളും ചെളിക്കൊണ്ടാണ്. പറ്റൂല. ചളിയിൽ മുങ്ങി താഴണ്ട. നല്ല രസമുണ്ട് കാണാൻ. അല്ല അതൊന്നും ഒരു കാര്യമാക്കാം. നിങ്ങൾക്ക് പറിക്കാൻ പറ്റും, ഞാൻ തന്നെ പറിക്കാം. വേണ്ട, അങ്ങോട്ട് ചെളിയാണ്. ഇതാ മൂപ്പന് പറിക്കാൻ പേടിയായോണ്ട് നല്ല രസമുണ്ട്. ഇത് ഞാൻ തന്നെ. ഇതാണ് ഇതിന്റെ സംഗതി. അങ്ങനെ ഇതാ പറഞ്ഞോ. അങ്ങനല്ല, പറഞ്ഞോ. പിന്നെ ഇവിടെ ഒരു ഭയങ്കര പ്രത്യേകത ഉണ്ട്. നമ്മുടെ നാട്ടിലെല്ലാം കുമ്പളം നല്ല കുമ്പളം ഇത് വിളഞ്ഞു നിൽക്കുന്നൊരു ഇതാണ് കാണുന്ന സമയം. ഇതാ എന്താ രസം എന്നറിയാം. ഇതാ കുമ്പളങ്ങ നമ്മളെ നാട്ടിലെല്ലാം ഈ വീടിന്റെ മുകളിലും എല്ലാം പടർന്ന് പിടിക്കുന്നതാ. അത് പിടിച്ചതാണെന്ന് തോന്നല്ലേ? അല്ലേ? അത് നല്ല ഭംഗിയാണ് കാണാൻ.
ഇത് മുകളിൽ ആ സൈഡ് മുകളിൽ കാപ്പിയാണ്, കാപ്പിത്തോട്ടങ്ങൾ. എന്താ ഭംഗി എന്നറിയോ കാണുക, ഇങ്ങോട്ട് നോക്കണം, നല്ല രസം. ഇത് ഫുള്ള് ഇവിടെ ഈ ഫുള്ള് നെൽപ്പാടങ്ങളാണ്. നമ്മൾ ഈ ഭാഗത്ത് ഏകദേശം ഫുള്ള് കാപ്പിയും അതുപോലെ തന്നെ നെൽപ്പാടം. പിന്നെ രാവിലെ തന്നെ ഈ വീരാജ്പേട്ട എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ കർണാടക സംസ്ഥാനത്തിലൊരു ജില്ലയാണ് ഇത്, ഒരു സ്ഥലമാണ് പക്ഷേ കൂർഗ് ജില്ല. പക്ഷേ ഇവിടെ രാവിലെ എല്ലാ പിന്നെ അമ്പലങ്ങളിലും എല്ലായിടത്തും ഈ മലയാള പാട്ടാണ് കേൾക്കുന്നത്. രാവിലത്തെ പാട്ട് ഗണപതിമാന ഗിരിജാസുധനെ ഇങ്ങനെയുള്ള പാട്ടുകളാണ് കേൾക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളത്തിലാണെന്ന് പോലും സംശയമുള്ളൊരു അങ്ങനത്തെ ഒരു സ്ഥലമാണ്. കാരണം മലയാളികൾ ഏകദേശം ഒരു 90% മലയാളികൾ പിന്നെ ഉള്ളൊരു പിന്നെ ഒരു ഏരിയ ആണ് ഈ വീരാജ്പേട്ട എന്ന് പറയുന്നത്. കമോൺ ജാക്കി, രണ്ട് സുഹൃത്ത് ഞാൻ പറയാം. അതെ, ഞങ്ങളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് രണ്ടൊരു കൂട്ടുകാർ, നല്ല ഇരട്ടകളെ പോലെ ഒരുപോലെ നിൽക്കുന്ന രണ്ട് ചങ്ങാതിമാർ രാവിലെ സൗഹൃദം കൂടാൻ വന്നിട്ടുണ്ട്. അവരോട് ഞങ്ങൾ ഇതാ നല്ല സ്നേഹമുള്ള നായ്ക്കുട്ടികൾ. അത് ഇവിടെ രാവിലെ ആൾക്കാർ ഇങ്ങനെ നടക്കാൻ അങ്ങോട്ട് കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ വന്ന സാധനമാണ്. നല്ല രസമാണ്. നല്ല എന്താ പേരിടുന്നത് നമുക്കറിയില്ല. ഹായ് ഹലോ. അല്ലുവിന് പേടിയാന്ന്, അല്ലേ ഇങ്ങോട്ട് വരാൻ പേടിയാന്ന്, അവിടെ നിൽക്കുന്നുണ്ട്. ഹായ് എടാ, ഇങ്ങോട്ട് നോക്കടാ. എടാ ഒന്നും ചെയ്യില്ല, അല്ലു കൂട്ടുകാരാണ്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് ഹായ്, ഇങ്ങോട്ട് ഹായ് ആക്കണേ. ആയാക്ക് ഹലോ, ഇതാ അല്ലോ, ആയാക്ക് എവിടെ പോന്ന്? വീരാജിപ്പേട്ട. എവിടെ പോന്ന്? വീരാജിപ്പേട്ട. എടാ എവിടെ പോന്നടാ? വീരാജിപ്പേട്ട. വീരാജ്പേട്ടയാ? കുളിച്ചാ? മൈസൂർ? കുളിച്ചില്ല, ഞങ്ങളിപ്പോ രാവിലെ എണീച്ചേ ഉള്ളൂ. പറ, ഇതില് പറ. മൈസൂറാ? തണുപ്പുണ്ടാ? ഇല്ലേ, തണുപ്പില്ലാതെയാ നീ ഇതെല്ലാം ഫുള്ള് മൂടി ചൂടിട്ട് വെച്ചിട്ടില്ലേ? ഇതാ അങ്ങോട്ട് നോക്ക്. അല്ലും തണുക്കുന്നില്ലെന്ന്, പുറത്ത് നല്ല മഞ്ഞുണ്ട്, തണുപ്പില്ല. അല്ലുന്റെ കൈ പോലും ഐസായി, ഐസായി തണുപ്പായി. അക്കച്ചി ഇങ്ങോട്ട് വിളിക്ക്. ചേച്ചിനെ വിളിക്കടാ, വരാൻ പറ. വാ. വിളിക്ക്. ഞങ്ങക്ക് വിളിക്കാൻ. അപ്പോൾ നമ്മൾ പിന്നെ രാവിലത്തെ ചായ കുടി പരിപാടിയിലേക്ക് മാറി. എന്താ ചായക്കുള്ളത്? നൂഡിൽസാ? നോക്കട്ടെ, നൂഡിൽസ് നോക്കട്ടെ. ആഹാ, അടിപൊളി നൂഡിൽസ് ആണല്ലോ. ചിക്കൻ ഫോർക്ക്. ഇതാ നമ്മൾ വിളമ്പുന്ന ആളിതാ, വിളമ്പുന്ന ആളത് അവിടുന്ന് ഓടിപ്പോയി. ചിക്കൻ കറി അല്ലേ ഇത്? സാമ്പാർ ഇതാ കോരി ഇളക്കുന്നു. പറ ദീക്ഷ, എന്തൊക്കെ പറഞ്ഞോ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാ ഇവര് പിന്നെ ഈ ഫോണിൽ മുഖം കാണിക്കണ്ടെന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ മുഖം കാണിക്കുന്നത്. ഇതാ നമ്മളെ അമ്മ ഉണ്ട്. ഇതാ അമ്മയാണ് ഇത് ഫുള്ള് ചായ, രാവിലത്തെ ചായ ഫുള്ള് റെഡിയാക്കിയത്. ഇന്നലത്തെ രാത്രിത്തെ ഭക്ഷണം ചേച്ചി റെഡിയാക്കി. ഇന്ന് രാവിലത്തെ ചായ, പിന്നെ അമ്മ നൂഡിൽസ് അല്ലേ, നൂഡിൽസ്. ഓക്കെ ചേച്ചിന്റെ നൂഡിൽസ് ആക്കി കേട്ടാ. പിന്നെ കറി ചേച്ചി ഒന്ന് പറഞ്ഞത്, ഇതെന്ത് കറി? ടൊമാറ്റോ സാമ്പാറല്ല, സാമ്പാർ കറി. സാമ്പാറല്ല, തക്കാളി. ടൊമാറ്റോ. എല്ലാരും കഴിക്കാൻ ഇരുന്നില്ല, ഇനി കുറച്ച് ആൾക്കാരുണ്ട്, ഞങ്ങളും കൂടി ഉണ്ട്. ഇതാ ഇത് വീഡിയോ കാണിക്കണ്ടിട്ട്. ഇത് പകുതി മലയാളവും പകുതി കന്നഡയാണ് അമ്മച്ചി.
അടിപൊളിയാ ഇത്? സൂപ്പർ. സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ എന്ന് പറയണ എങ്ങനെയാ? കുറച്ച് ഇത് ഇട്ടു ചില്ലിട്ടു. എരിവുണ്ടോ ചാർന്ന് ഇല്ല. അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ചായ പരിപാടി ഇതാ. നല്ല അടിപൊളി നൂഡിൽസ് ഇത് റെഡിമെയ്ഡ് കിട്ടു. പിന്നെ ഇത് ചിക്കൻ ഉണ്ട്. ഒരു പീസ് എടുക്കാം ഞാൻ എടുക്കാം. ഇത് ഫോർക്ക് ഉണ്ട്. ഇല്ല അരിയുടെ അതിന് വിലയുണ്ട്. കർണാടകയിൽ ടൗൺ ആയോണ്ട് ഏരിയ മൊത്തം ഫ്ലാറ്റ് അല്ലേ ജീവിതം. സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. അതല്ലേ മലയാളം മലയാളമുണ്ട്. നൂഡിൽസും പിന്നെ ഇത് ടൊമാറ്റോ കറി അല്ലേ? ടൊമാറ്റോ കറി, ചാറ്, ചിക്കൻ പോർക്ക്, ചിക്കൻ ഉണ്ട്, ഫോർക്ക് ഉണ്ട്. അടിപൊളി, നല്ല സൂപ്പർ. ഇത് കിട്ടുന്നില്ല. സൂപ്പർ. അതിനോട് കർണാടക പുറത്ത് 95, കർണാടകയിൽ 90. വെല്ലങ്ങനെ കിട്ടിയില്ല. ഗിഫ്റ്റ് അടിക്കുന്നുണ്ട്. ഫോട്ടോ വീഡിയോ കുറച്ച് ഉപ്പിട്ടിട്ട് ചൂടുവെള്ളം നല്ല ചൂട് ചേച്ചിയോട് ചോദിക്കാതെ എങ്ങനെ ഉണ്ടാക്കി ഇതിനിട്ടിട്ട് ചൂടുവെള്ളം കുറച്ച് ഉപ്പിടണം ചൂടുവെള്ളത്തിന്. നല്ല ഇതാണ് തിളക്കണ. ചോറാക്കുന്നില്ല, അതുപോലെ ഊറ്റി കളയണം. പിന്നെ വെള്ളം കളയണം. പിന്നെ കളയണ്ട വെള്ളം. ഒരു പാക്ക് കൊണ്ടുപോകണം. പെട്ടെന്നാവും. എണ്ണയൊന്നും വേണ്ട. എണ്ണയൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ഇത് ചിക്കൻ കറിയാണ്. ഇതൊക്കെ ടേസ്റ്റ്. ഇത് സാമ്പാറാവും. രസം സാമ്പാർ അതിൻ്റെ എല്ലാം ആവും. അപ്പം ഞങ്ങൾ രാവിലെ ഇവിടുന്ന് നേരെ ഇനി മൈസൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ താമസിച്ച രാമേഷേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ മെല്ലെ ഇറങ്ങാൻ വേണ്ടി പോകുന്നതാണ്. ഇതാ രാമേഷേട്ടൻ്റെ അല്ലേ? രാമേഷേട്ടൻ്റെ ചേച്ചിയുടെ അമ്മ നമുക്ക് ഇന്നലെ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി തന്ന ചേച്ചിയുടെ അമ്മയാണ്. ഓക്കെ, ഞങ്ങൾ വരുന്നത് കേട്ടാ, കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതാ ചേച്ചി എടുത്തു. ഞങ്ങൾ മെല്ലെ ചേച്ചി ഓക്കെ എന്നാലും ഞങ്ങൾ പോണ്. ഓക്കെ എന്നാല് കാണാം. ഇനി വരുമ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണാം. ഈ ചേച്ചിയാണ് നമുക്ക് ഇന്നലെ ഭക്ഷണമെല്ലാം ഉണ്ടാക്കിയത്. ഇവരെ വീട്ടിലാണ് നമ്മളിവിടെ താമസിച്ചത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് രാവിലെ മൈസൂരിലേക്ക് പോകാൻ വേണ്ടി പോകുന്നതാണ്. ഓക്കെ, എല്ലാം നല്ല അതിൻ്റെ ഇടയിൽ സെൽഫി പരിപാടിയും നടക്കുന്നുണ്ട്. ഇങ്ങനെ മൈസൂരിലേക്ക് പോകണം എന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷെ വണ്ടി വീട്ടിൽ നിന്ന് ഇവർ ഇറങ്ങുന്ന കാണുന്നില്ല. ഇറങ്ങാനാകുമ്പോൾ ഭയങ്കര സെൽഫിയാണ്. നോക്കാം, അവർ വരുന്നതും കാത്തിങ്ങനെ നിൽക്കാം. ഇവിടെ വരുന്നില്ലേ? വാ ഓരോരാൾ വാ. ആ വീഡിയോ തന്നെ. രാവിലെ തന്നെ ഒച്ചപ്പാടും ബഹളവും തമാശക്ക്. ചേടേ പെട്ടെന്ന് വാടേ. പെട്ടെന്ന് പോയാൽ നമുക്ക് മൈസൂർ പെട്ടെന്ന് എത്താം. ഇതിപ്പോ ഇവിടെ മൈസൂരായി. സുകുമാരണ്ണേ, താങ്കൾ വരുന്നില്ലേ? സുകുമാരണ്ണേ, താങ്കൾ മൈസൂർക്ക് വരുന്നില്ലേ?
ഏട്ടനാ രാമചേട്ടൻ? ഓക്കെ ചേച്ചി, ഓക്കെ കാണാം നെക്സ്റ്റ് ടൈം. ഞങ്ങളിപ്പോൾ മൈസൂർ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഏതാനും മണിക്കൂറിനുള്ളിൽ മൈസൂരിൽ എത്തുമായിരിക്കും. മണിക്കൂർ ഞങ്ങൾ പിന്നെ പറയാം. കർണാടക അവിടെ എന്തുണ്ട്, അവരത് നിർത്തി. എന്തെങ്കിലും ഉണ്ടാവും അപ്പാന്ന് മനസ്സിലാക്കുന്നത്. ആ സൈഡിൽ നോക്കിയല്ലേ ഒരാള്. ഫോറസ്റ്റ് മൊത്തം കാട്, അതുകൊണ്ടൊന്നും കാണുന്നില്ല. എന്ത് പൂത്തുലഞ്ഞ് നിൽക്കുന്ന പൂക്കള് സോഡ വന്നിട്ട് അവരിങ്ങനെ കണ്ടു. ആനേനെ കണ്ടാൽ ആനന്റെ ഇടയിൽ പോയി ഉത്സവം ഉണ്ടല്ലേ.